ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 7ാമത്തെ സെഷനാണ്. ഇതിന് മുന്നേ ഉള്ള 6 സെഷനും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ കാർഡിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അത് ഉണ്ടാവുന്നതായിരിക്കും. സോ അത് കാണാത്തവർ ആ 6 സെഷനും പോയി കണ്ടിട്ട് ഈ പർട്ടിക്കുലർ സെഷനിൽ വന്ന് കാണുക. സോ ഇതിന് മുന്നേ ഉള്ള സെഷനിൽ നമ്മൾ ആദ്യം പഠിച്ചത്, ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്നത് ചാർജസ് എന്താണ് എന്നുള്ളതാണ്. ചാർജസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. പിന്നെ ഫീൽഡ് എന്താണ്, 2 ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിക്കുന്ന ഡൈപോളിനെ കുറിച്ചാണ്. എന്നിട്ട് ഡൈപോളിന് ചുറ്റുമുള്ള ഫീൽഡ്, ഡൈപോളിൽ വരുന്ന ടോർക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ആ ക്വാണ്ടിറ്റിയുടെ പേര് ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ചാപ്റ്ററിൽ പ്രോബ്ലി വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയും കൂടെ നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ പേര് ഗോസ് ലോ എന്നുള്ളതാണ്. സോ ആ ഗോസ് ലോൻ്റെ ഒരു 2 ആപ്ലിക്കേഷനും കൂടെ നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്യും. സോ ആദ്യം നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് എന്താ ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളതാണ്. സോ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ മെഷർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു ദ സർഫസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സർഫസിൽ കൂടെ അതിൻ്റെ നോർമൽ വഴി എത്ര ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു. സർഫസ് എന്ന് പറയുമ്പോൾ ഒരു പരന്ന ഒരു ഏരിയ, അതിനെ തന്നെയാണ് സർഫസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു സർഫസ് ആണ്. ഓക്കെ, ഇതിൻ്റെ നോർമലിൽ കൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നു എന്നുള്ളതാണ്. നോർമൽ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രീസ്, ടി പോലെ ആലോചിച്ചാൽ മതി. ടി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ലെറ്റർ ടിയിൽ നമ്മൾ എങ്ങനെ വരയ്ക്കുന്നത്, മുകളിലൊരു വര വരയ്ക്കുന്നു, 90 ഡിഗ്രിയിൽ വേറൊരു വര വരയ്ക്കും. അതേപോലെ ഒരു സർഫസിൻ്റെ നോർമൽ എന്ന് പറയുന്നത് അതിന് 90 ഡിഗ്രി ആയി വരണം. ഓക്കെ, സോ ഞാനിവിടെ ഒരു സർഫസ് വരച്ചിട്ടുണ്ട്. ഒരു സർക്കുലർ സർഫസ് ആണ്, ഒരു പ്ലേറ്റ് പോലുള്ള സർഫസ്, ഒരു ഡിസ്ക് പോലുള്ള സർഫസ്. അതിൻ്റെ നോർമലാണ് ഈ ഡോട്ടഡ് ലൈനിൽ കൂടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചാർജ് ഞാൻ ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ക്യൂ ചാർജ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് സർപ്ലസ് ആയോ അല്ലെങ്കിൽ ഡെഫിഷ്യൻ്റ് ആയോ, അതായത് ഇലക്ട്രോൺ ഒരു ഒബ്ജക്റ്റിൽ ഇരിക്കാവുന്നതിലും കൂടുതലോ അല്ലെങ്കിൽ ഇരിക്കുന്നതിനും കുറവോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അവസ്ഥയാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൽ നിന്നും ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്കതിനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ച് കാണിക്കാൻ പറ്റും. സൂര്യൻ പോലെ. ഓക്കെ, ഒരു പോയിന്റ് ഇരിക്കുന്നു, ആ പോയിന്റിൽ കുറച്ച് ചാർജ് ഇരിപ്പുണ്ടെങ്കിൽ അതിന് ചുറ്റും സൂര്യനിൽ നിന്നും രശ്മികൾ വരുന്ന പോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരും. ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡ് ലൈൻസ് പുറത്തോട്ടായിരിക്കും പോകുന്നത്. അഗൈൻ ഇത് ഡീറ്റെയിൽഡായി നമ്മൾ സെക്കൻഡ് സെഷനിൽ പറഞ്ഞതാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെയുണ്ട്, അതൊന്ന് കണ്ടിട്ട് വരിക. സോ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പുറത്തോട്ടായിരിക്കും, അതായത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ടായിരിക്കും. സോ അതേപോലെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൽ നിന്നും വരുന്ന ഒരു ലൈനാണ്, ഫീൽഡ് ലൈനാണ് ഈ വരച്ച് കാണിച്ചിരിക്കുന്ന ബ്ലൂ ലൈൻ. ഓക്കെ, ലെറ്റ്സ് സേ ഇവിടെ ഒരു ക്യൂ ചാർജ് ഉണ്ട്. ആ ചാർജിൽ നിന്നും വരുന്ന ഒരു ഫീൽഡ് ലൈനാണ് ഈ വരച്ച് കാണിക്കുന്നത്. സോ ആ ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത് നോർമലായി അല്ല കയറി പോകുന്നത്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞാൽ, ഫീൽഡ് ലൈൻസ് പാസിങ് നോർമൽ ടു ദ സർഫസ് ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ, അഥവാ ആ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ഈ ഡോട്ടഡ് ലൈനിന് പാരലലായി ആയിരുന്നു കയറി പോയത് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവിടെ നമുക്ക് എത്രയാ ഫ്ലക്സ് എന്നുള്ളത് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു തീറ്റ ആംഗിളിലാണ് ഈ എന്ന് പറഞ്ഞ ഫീൽഡ് ലൈൻ കയറി പോകുന്നത്. ഇനി കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഒരു വെക്റ്റർ ഒരു ആംഗിൾ ഉണ്ടാക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇത് ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പരന്ന നിലയുമായി ഒരു തീറ്റ ആംഗിളിൽ ഒരു വെക്റ്റർ ഇരിക്കുവാണ്. ഈ വെക്റ്ററിൻ്റെ കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ താഴെ എത്രത്തോളം, ഞാൻ ഇവിടെ നിന്നും 5 മീറ്റർ ഇങ്ങനെ വരച്ചാൽ ഇതിന് ഹൊറിസോണ്ടലി എത്ര നീളം ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ കമ്പോണൻറ്റ്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു വെക്റ്ററിനാവാം, ഒരു ഫോഴ്സ് ആവാം, അതൊരു ഫീൽഡ് ആവാം. എനിവേ ഹൊറിസോണ്ടലുമായിട്ടുള്ള കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ വെക്റ്റർ എക്സ് ആണെങ്കിൽ എക്സ് ഇൻറ്റു കോസ് തീറ്റ ചെയ്താൽ മതി. കോസ് തീറ്റ എന്ന് പറയുന്നത്, തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ്, ആ ഹൊറിസോണ്ടലുമായി എത്ര ആംഗിൾ ഉണ്ടാക്കുന്നു എന്നാണ്. സോ ആ വെക്റ്റർ ഇൻറ്റു കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് നമുക്ക് കിട്ടും. അതായത് വെക്റ്റർ ഇങ്ങനെ ഇരിക്കുന്നു, ഈ കമ്പോണൻറ്റ് എനിക്ക് കിട്ടുന്നു. സോ അതേപോലെ ഇവിടെ എനിക്ക് നോർമലായിട്ട് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആയിരുന്നു വേണ്ടത്. പക്ഷേ ഇപ്പോൾ ഫീൽഡ് ലൈൻ പോകുന്നത് ഒരു തീറ്റ ആംഗിളിലാണ്. അപ്പോൾ അതിൻ്റെ കമ്പോണൻറ്റ് എനിക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇ ഇൻറ്റു കോസ് തീറ്റ എടുത്താൽ മതി. ഓക്കെ, സോ അവിടെ ഉണ്ടാകുന്ന ഡി ഫൈ എന്ന് പറയുന്നത്, ഫൈ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്.
നമ്മളെപ്പോഴും ക്വാണ്ടിറ്റീസ് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോമിലാണ് പലപ്പോഴും ക്വാണ്ടിറ്റീസ് ഡിഫൈൻ ചെയ്യാറുള്ളത്. ഡിഫറൻഷ്യൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ക്വാണ്ടിറ്റീസ് പറയുമ്പോഴത്തേക്കും സോ ഈ കോസ് തീറ്റയാണ് അവിടെ ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഇനി എനിക്ക് ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫൈ എന്ന് പറയുന്നതാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ ഫ്ലക്സിൻ്റെ ഡിഫറൻഷ്യൽ ഫോം പലപ്പോഴും നമ്മൾ ക്വാണ്ടിറ്റീസ് പറയുമ്പോഴത്തേക്കും എപ്പോഴും അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോമിൽ പറയാൻ നോക്കുക. ഡിഫറൻഷ്യൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു കുഞ്ഞു നീളം. ഇപ്പോൾ എനിക്ക് ഈ ഒരു വലിയ നീളം എനിക്ക് കണ്ടുപിടിക്കണം. ലെറ്റ്സ് സേ ഇതിൻ്റെ ലെങ്ത് എനിക്ക് കണ്ടുപിടിക്കണം. സോ ഇത് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒരു സ്കെയിൽ വെച്ച് എനിക്ക് ഇതിനെ അളക്കാം, അല്ലെങ്കിൽ ഇതിനെ കുഞ്ഞായി മുറിച്ചിട്ട് ഒരെണ്ണത്തിൻ്റെ അളവെടുത്തിട്ട് ടോട്ടൽ സം ചെയ്തെടുക്കാം. സോ അതേപോലെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുമ്പോൾ ആ ഫ്ലക്സിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തിട്ട് പിന്നെ അതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എടുക്കും ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആദ്യം ഒരു ഡിഫറൻഷ്യൽ ഫോമിലുള്ള d∅ നമ്മൾ പറയുന്നു. അവിടെയുള്ള d∅ എന്ന് പറയുന്നത് ഈ കോസ് തീറ്റ ഇൻറ്റു ds ആയിരിക്കും. ds എന്ന് പറയുന്നത് അവിടെ ഉള്ള ഏരിയ ആണ്. ഓക്കെ, സോ ടോട്ടൽ ഏരിയ എത്രയാണോ ഇൻറ്റു അവിടെ ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻസ്, അതായിരിക്കും അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ്. സോ ഇ ഇൻറ്റു ds ഇൻറ്റു കോസ് തീറ്റ ആണ്. അത് വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു സൈൻ തീറ്റ വരുമ്പോൾ എപ്പോഴും ഈ എന്താണോ അവിടെ വരുന്നത് അവിടെ ക്രോസ് പ്രോഡക്റ്റ് ആണ് വരേണ്ടത്. ഇവിടെ ഈ ds ഇൻറ്റു കോസ് തീറ്റ ആണ് വരുന്നത്, അപ്പോൾ അവിടെ വരേണ്ടത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് എഴുതേണ്ടത് ഈ ഡോട്ട് ds എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറയുന്ന കാര്യം. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിവൺ സർഫസിൽ നോർമലായി എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കയറി പോകുന്നു. എപ്പോഴും ആംഗിൾ ഉണ്ടെങ്കിൽ ഈ ഇൻറ്റു കോസ് തീറ്റ എടുക്കാം. നേരെയാണ് കയറി പോകുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇ എടുക്കാമായിരുന്നു. പക്ഷേ ആംഗിൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇ ഇൻറ്റു കോസ് തീറ്റ എടുക്കാം. നേരെ ആണെന്നുണ്ടെങ്കിൽ ഈ കോസ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ 0 ആകുമ്പോഴത്തേക്കും കോസ് തീറ്റ എന്ന് പറയുന്നത് 1 ആയി. അപ്പോൾ ഈ തന്നെ. ഓക്കെ, സോ നോർമലായി എത്ര ഫീൽഡ് ലൈൻസ് കയറി പോകുന്നു എന്നുള്ളതാണ്. സോ d∅ വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ഇ ഡോട്ട് ds. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇപ്പുറത്തെ സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും d∅ എന്നുള്ളത് 5 ആവും. ഇപ്പുറത്തെ സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ക്ലോസ്ഡ് ഇൻറ്റഗ്രലാണ് വരുന്നത്, സർഫസ് ഇൻറ്റഗ്രലാണ് വരുന്നത്. ഒരു സർഫസിൽ മൊത്തം എനിക്കതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ds എന്നുള്ളതാണ് അവിടെ ഉണ്ടാകുന്നത് ടോട്ടൽ ഫ്ലക്സ്. സോ എപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതുമ്പോഴത്തേക്കും അവിടെ 5 കാര്യങ്ങൾ നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ഡെഫിനിഷൻ എഴുതി. സോ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഡെഫിനിഷൻ എഴുതുക. ഒരു സർഫസിൽ കൂടെ നോർമലായി എത്ര ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു, ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു എ സർഫസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ്. ഡെഫിനിഷനായി നെക്സ്റ്റ് എഴുതേണ്ടത് എക്സ്പ്രഷൻ ആണ്. എക്സ്പ്രഷൻ നമുക്കറിയാം, d∅ ഈക്വൽ ടു ഇ ഡോട്ട് ds അല്ലെങ്കിൽ ഫൈ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ്. ഇൻറ്റഗ്രൽ എഴുതുമ്പോൾ എപ്പോഴും സർഫസ് ഇൻറ്റഗ്രൽ എഴുതുക, കാരണം ഒരു സർഫസിൽ മൊത്തമായിട്ടാണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. സോ സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ds എഴുതുക. ഇനി മൂന്നാമത്തെ എപ്പോഴും 5 കാര്യങ്ങൾ എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം ഡെഫിനിഷനായി, എക്സ്പ്രഷനായി. മൂന്നാമത്തെ കാര്യം യൂണിറ്റ് ആണ്. സോ യൂണിറ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും എക്സ്പ്രഷൻ നോക്കിയാൽ മതി. എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ എനിക്ക് യൂണിറ്റ് എഴുതാൻ പറ്റും. സോ ഇവിടെ നോക്കാം, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ചാർജ് ആണ്. ഓക്കെ, ഫോഴ്സ് ബൈ ചാർജ് ഇൻറ്റു ഏരിയ ആണ്. ഓക്കെ, ds എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഏരിയ ആണ്. ഇറ്റ് ഈസ് എനിവേ ഏരിയ. ഓക്കെ, സോ ഫോഴ്സ് ബൈ ചാർജ് ഇൻറ്റു ഏരിയ ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എനിക്കറിയാം ന്യൂട്ടൺ, ചാർജിൻ്റെ യൂണിറ്റ് അറിയാം കൂളം, ഏരിയ മീറ്റർ സ്ക്വയർ. സോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളം, അത് തന്നെയാണ് അവിടെ യൂണിറ്റായി വരുന്നത്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളം ആയിരിക്കും ഇതിൻ്റെ യൂണിറ്റ്. യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ കാര്യം യൂണിറ്റ് പറഞ്ഞു. നാലാമത്തെ കാര്യം ഒബ്വിയസ്ലി ഡയമെൻഷൻ ആയിരിക്കും. ഫസ്റ്റ് ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം m(L)T⁻². ഓക്കെ, ഇൻറ്റു മീറ്റർ സ്ക്വയർ ഏരിയ ആണ്. അപ്പോൾ L സ്ക്വയർ ഡിവൈഡഡ് ബൈ കൂളം AT. AT എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. ബട്ട് എപ്പോഴും ഓർക്കുക, ചാർജിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് AT ആയിരിക്കും. ഓക്കെ, m(L³T⁻³ A⁻⁻1) ഇതായിരിക്കും ഡയമെൻഷൻ. ഓക്കെ, ഡയമെൻഷൻ എപ്പോഴും എഴുതുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതാൻ മറക്കരുത്.
നെക്സ്റ്റ് ചോദിക്കുന്നത് ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ എന്ന് എഴുതേണ്ടതുണ്ട്. സോ ഇത് എപ്പോഴും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി. അങ്ങനെ 5 കാര്യങ്ങൾ എപ്പോഴും എഴുതുക. ആദ്യം ഡെഫിനിഷൻ, പിന്നെ എക്സ്പ്രഷൻ, പിന്നെ അതിൻ്റെ യൂണിറ്റ്, ഡയമെൻഷൻ, സ്കേലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ. ഈ 5 കാര്യങ്ങൾ എഴുതി നിങ്ങൾ ഏത് പ്രോപ്പർട്ടി എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗോസ് ലോയിനെ കുറിച്ചാണ്. സോ ആദ്യം നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സി, ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. ഓക്കെ, ആദ്യം പറഞ്ഞെന്താണ്, ഒരു ചാർജിനെ എൻക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. ഒരു ചാർജ് എടുത്തു, ഒരു ക്യൂ ചാർജ് എടുത്തു, ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ചാർജിനെ അടച്ചു വെച്ചു, ഒരു ബോളിൻ്റെ അകത്തിട്ട് അടച്ചു വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് അടച്ചു വെച്ചു. ഓക്കെ, ഒരു സർഫസ് കൊണ്ട് ഒരു ചാർജിനെ പൊതിഞ്ഞു. ഓക്കെ, അപ്പോൾ ക്യൂ ചാർജ് ഉണ്ട്. ആ ക്യൂ ചാർജിന് ചുറ്റും ഒരു DS സർഫസ് ഉണ്ട്. സർഫസ് ഏരിയ ആണ് DS. അതിന് ചുറ്റും ഒരു സർഫസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചാർജിൽ നിന്നും ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് വരും. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ സർഫസിന് നോർമലായി എത്ര ഫീൽഡ് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു 1/ε0 ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് നമുക്കറിയാം E.ds ആണ്. സോ ഫൈ ഈക്വൽ ടു E.ds നേരത്തെ എഴുതിയത് തന്നെയാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q. ഓക്കെ, സോ ഗോസ് ലോ പറയുന്നത് എന്തുവാണ്, ഒരു സർഫസിൻ്റെ അകത്ത് ഒരു ചാർജിനെ എൻക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന, ആ സർഫസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ഇൻറ്റു അവിടെ ഉള്ള ചാർജ് ആയിരിക്കും. അപ്പോൾ എക്സ്പ്രഷനായിട്ട് എഴുതുമ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് E.ds വിൽ ബി ഈക്വൽ ടു Q/ε0. ഇത്രയേ ഉള്ളൂ ഗോസ് ലോ. പലപ്പോഴും ഇത് HSC എക്സാമിന് 2 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇത് ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഗോസ് ലോ എഴുതാൻ പറയും. ഗോസ് ലോ എഴുതാൻ പറഞ്ഞിട്ട് ഗോസ് ലോ ആപ്ലിക്കേഷൻ, നെക്സ്റ്റ് നമ്മൾ ആപ്ലിക്കേഷനാണ് പഠിക്കാൻ പോകുന്നത്. സോ ഗോസ് ലോ ആദ്യം സ്റ്റേറ്റ് ചെയ്യാൻ പറയും. സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് ചോദിക്കും. പിന്നെ ഗോസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറയും. അതിനുശേഷം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ആപ്ലിക്കേഷനാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഈ ഗോസ് ലോ എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഇലക്ട്രിക് ഫീൽഡും അവിടെ ഉണ്ടാകുന്ന ചാർജും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഏരിയ ഉണ്ട്. റൈറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്, ചാർജ് ഉണ്ട്. ε0 എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ അഗൈൻ സെഷൻ നമ്പർ 2 പോയി കാണുക. ഓക്കെ, സോ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ ചാർജും ε0 ഉണ്ട്. അപ്പോൾ ഇതിനെ ബന്ധിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഗോസ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് കണ്ടുപിടിച്ചൂടെ, എനിക്ക് ക്യൂവും ε0യും DS ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചൂടെ. ഇപ്പോൾ ഒരു ഓബ്ജക്റ്റിന് എനിക്ക് ക്യൂ അറിയാം, അവിടെ ഉള്ള ചാർജ് എത്രയാണെന്നറിയാം, അതിൻ്റെ ε0യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അറിഞ്ഞുകൂടാത്തവർ അഗെയിൻ സെഷൻ 2 പോയി കാണുക. ഓക്കെ, സോ ക്യൂവും അറിയാം, ε0യും അറിയാം, അവിടെ ഉള്ള ഏരിയയും അറിയാം എന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാം, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ ഇങ്ങനത്തെ പല ആപ്ലിക്കേഷനുമാണ് നമ്മൾ ഗോസ് ലോ ഉപയോഗിക്കാൻ പോകുന്നത്. സോ പലപ്പോഴും ഈ സംഭവങ്ങളൊക്കെ കാണും, നമുക്ക് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനത്തെ ആദ്യത്തെ ആപ്ലിക്കേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഇൻഫിനിറ്റ്ലി ലോങ് വയർ. ഇൻഫിനിറ്റ്ലി ലോങ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വയർ എടുക്കുന്നു, നോർമൽ വയർ എടുക്കുന്നു. ആ വയറിൽ കുറച്ച് ഞാൻ ചാർജ് ചെയ്ത് വെച്ചു. ആ വയറാണ് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഒരു വലിയ വയർ. ഈ വലിയ വയർ എനിക്ക് ഇത്രേ വരയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ, പക്ഷെ ഒരു ഇൻഫിനിറ്റ് വയറാണ്. അത് ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, സോ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയർ ഞാൻ എടുത്തു. ആ വയറിൽ കുറേ ചാർജ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ചാർജ് ഒരു സർഫസിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കത്തില്ല, അതിങ്ങനെ പരന്നായിരിക്കും ഇരിക്കുന്നത്. അതേപോലെ ഈ വയറിൽ ചാർജ് കൊടുക്കുമ്പോഴത്തേക്കും ആ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി ഇരിക്കുന്നു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ എടുക്കുന്നു, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് വരും എന്ന് എനിക്ക് അറിയണം. അപ്പോൾ ഗോസ് ലോ വെച്ച് അത് അറിയാൻ പറ്റും. എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ആദ്യം ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. കാരണം ഡയറക്ഷൻ കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്ക് തീറ്റ അറിയാൻ പറ്റത്തുള്ളൂ. തീറ്റ അറിയാൻ പറ്റിയാൽ മാത്രമേ എനിക്ക് E.ds എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ഡയറക്ഷൻ അറിയണം. ഡയറക്ഷൻ അറിയാൻ വേണ്ടി നമ്മൾ ആദ്യം 2 പോയിന്റ് ചൂസ് ചെയ്തു, P1 ആൻഡ് P2. ഓക്കെ,
ഈ P1 ലെറ്റ്സ് സേ നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്, ഇതൊരു P പോയിന്റാണ് ഞാൻ എടുക്കുന്നത്. ഈ P പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്? അവിടെ ഒരു 1 കൂളം ടെസ്റ്റ് ചാർജ് ഉള്ളതായി അസ്യൂം ചെയ്യുക. ഓക്കെ, ഒരു 1 കൂളം എടുത്തു, ഈ Pയിൽ വെച്ചു. ഓക്കെ, 1 കൂളം എന്ന് പറയുന്നത് പോസിറ്റീവാണ്, ഈ വയറിൽ ഇരിക്കുന്നത് പോസിറ്റീവ് ചാർജ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഈ വയർ മറന്നേക്കുക, വയറിന് പകരം ഇവിടെ ഒരു പോയിന്റും മാത്രമാണ് ഉള്ളത്, P1 ഉം P2 മാത്രമാണ് ഉള്ളതെങ്കിൽ ശ്രദ്ധിച്ച്, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജാണ്, ഇവിടെ 1 കൂളം ചാർജ് ഉണ്ട്. അപ്പോൾ രണ്ടും റിപ്പൽ ചെയ്യും. എങ്ങനെയാണ് റിപ്പൽ ചെയ്യുന്നത്? ആ ലൈൻ ഓഫ് ആക്ഷൻ, ആ കണക്ഷൻ ഏത് ലൈനിലാണോ ഇത് രണ്ടും, ഈ ചാർജസ് രണ്ടും കണക്ട് ചെയ്യുന്നത്, അതേ ലൈനിൽ കൂടെ ഇതിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ P2 ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഓക്കെ, ഇനി ഇതിനെ ഞാൻ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, റിസോൾവ് അറിഞ്ഞുകൂടാത്തവർ അഗൈൻ കഴിഞ്ഞ സെഷൻ പോയി കാണുക, സെഷൻ നമ്പർ 6. ഇതിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വെക്റ്റർ ഉണ്ടെങ്കിൽ ആ വെക്റ്ററിനെ എനിക്ക് പല രീതിയിൽ റിസോൾവ് ചെയ്യാൻ പറ്റും. എനിക്ക് ഹൊറിസോണ്ടൽ കമ്പോണന്റ് എടുക്കാം, വെർട്ടിക്കൽ കമ്പോണന്റ് എടുക്കാം, ഏത് രീതിയിൽ വേണോ കമ്പോണന്റ് എടുക്കാം. ഇതൊരു തീറ്റ ഉണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ ഈ ഒരൊറ്റ E1 E2 എന്ന് ഞാൻ എടുക്കുകയാണ്, ഇത് E2 ഇത് E1. സോ E1 E2 എടുക്കാതെ ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ P2 എന്ന് പറഞ്ഞ പോയിന്റിൽ എത്ര ചാർജ് ഉണ്ടോ അത്രയും ചാർജ് തന്നെയാണ് P1 ഉള്ളത്. അപ്പോൾ E1 ഉം E2 ഉം സെയിം ഇലക്ട്രിക് ഫീൽഡ് തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, E2ൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും E1ൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും തമ്മിൽ ക്യാൻസൽ ആയി പോകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനമുണ്ട്, ആ സാധനത്തിന് ഞാൻ താഴെ 5 ന്യൂട്ടൺ ഇട്ട് വലിക്കുന്നു, മുകളിൽ 5 ന്യൂട്ടൺ ഇട്ട് വലിക്കുന്നു, അപ്പോൾ സാധനത്തിനൊന്നും പറ്റത്തില്ല. അതേപോലെ ഈ പോയിന്റിൽ ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് E2 ഉണ്ട്, താഴോട്ട് E1 ഉണ്ട്, അവ തമ്മിൽ ക്യാൻസലായി 0 ആയി പോകും. പകരം ബാക്കി ഉള്ളത് എന്താ? 2 ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഇങ്ങോട്ട് തന്നെയായിരിക്കും വരുന്നത്. E1 ഉം ഇങ്ങോട്ടായിരിക്കും, E2 ഉം ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, സോ എഫക്റ്റീവ്ലി വരുന്നത് അവിടെ എങ്ങനെയാണ് വരുന്നത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താ വരുന്നത്? എത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ എവിടെയാണ് ഡയറക്ഷൻ വരുന്നത്? ദാ ഇങ്ങനെ ഒരൊറ്റ കമ്പോണൻറ്റ് മാത്രമേ വരത്തുള്ളൂ. അതായത് ബേസിക്കലി പെർപെൻഡിക്കുലറായി, ഈ വയറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻറ്റ് മാത്രമേ വരത്തുള്ളൂ. ബാക്കി എല്ലാ കമ്പോണൻസും ക്യാൻസലായി പോകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ളതെല്ലാം ക്യാൻസലായി പോകും. സോ ഇതേപോലെ തന്നെയാണ് ഞാൻ വേറൊരു പോയിന്റ് എടുക്കുന്നു. ഈ പോയിന്റ് ഇവിടുത്തെ സെൻറ്ററിൽ നിന്നും 2 ഈക്വിഡിസ്റ്റൻറ്റ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങോട്ടായിരിക്കും, മറ്റൊന്ന് ഇങ്ങോട്ടായിരിക്കും. അവയുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് തമ്മിൽ ക്യാൻസൽ ആവും, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രമേ അവിടെ കാണത്തുള്ളൂ. ഓക്കെ, സോ ബേസിക്കലി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇതിൻ്റെ നോർമലിലായിരിക്കും, ആ പോയിന്റിന് അല്ലെങ്കിൽ ആ വയറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും കുട്ടികൾ ഈ ഒരു ഡെറിവേഷൻ തുടങ്ങുമ്പോഴത്തേക്കും ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെയാണ് സ്റ്റക്കായി പോകുന്നത്. അപ്പം അവിടെ സ്റ്റക്കായി പോയാൽ പിന്നെ ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കാര്യം വളരെ ചിന്തിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻസിൽ എഴുതുക, ഞാൻ നിങ്ങളുടെ കമൻറ്റ് വായിക്കുന്നതായിരിക്കും, നിങ്ങളുടെ കമൻസിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ശ്രദ്ധിക്കാം, ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിന് പാരലായിട്ട് വേറൊരു പോയിന്റ് ഞാൻ ഈ വയറിലെടുക്കുകയാണ്. അവിടെ നിന്നും ഇക്വിഡിസ്റ്റൻ്റായി P1 P2 2 പോയിന്റ്സ് ഞാൻ എടുത്തു. അവ രണ്ടും കാരണം 2 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. P2 കാരണം E2 ഉണ്ടാവും, P1 കാരണം E1 ഉണ്ടാവും. അതിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്ക് ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും. വെർട്ടിക്കൽ കമ്പോണൻ്റ് ക്യാൻസലായി പോകും, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് മാത്രമേ ബാക്കി കാണത്തുള്ളൂ. ഇത് ഒരു പോയിന്റിൻ്റെ കേസ് പറഞ്ഞു. ഇതുപോലെ എത്ര പോയിന്റ് ഞാൻ എടുത്താലും ഇതേ സംഭവമായിരിക്കും സംഭവിക്കുന്നത്. അതായത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ക്യാൻസലായി പോകും, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആഡപ്പ് ആവും. അപ്പോൾ ആ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഈ വയറിന് 90 ഡിഗ്രി ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് derive an expression for the electric field due to infinitely long wire എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ let us consider imagine a wire with infinite length having distributed charge. Let us consider a point P. Okay, ഇതാണ് point P at some distance from the wire. There is another point O on the wire which is linear to the point P. Consider 2 points that are equidistant from O, that is P1 and P2. എന്നിട്ട് എഴുതുക electric field due to P1 would be E1. Okay, electric field due to P2
വുഡ് ബി E2. ഓക്കെ, രണ്ട് പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്തത്, 2 ഇലക്ട്രിക് ഫീൽഡാണ്. നമ്മൾ 4 പോയിന്റ് കൺസിഡർ ചെയ്താൽ ഇതേപോലെ ഇപ്പുറത്ത് വേറൊരു പോയിന്റ്, ഇപ്പുറത്ത് വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം അവിടെ. അപ്പോൾ 4 E1 E2 E3 E4 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, എന്തായാലും 2 പോയിന്റ് ഇനഫ് ആണ്. ഓക്കെ, സോ 2 പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ദർ ഇസ് E1 and E2. This E1 and E2 can be resolved into horizontal and vertical components, where the vertical components will cancel out. Vertical components cancel ആയപ്പോൾ horizontal component will add up. ഇത്രയും എഴുതുക, എന്നിട്ട് പറയുക this proves that the effective field at point P will be always normal to the wire. ഓക്കെ, എഫക്റ്റീവായി അവിടെ ഉണ്ടാകുന്ന ഫീൽഡ് എന്ന് പറയുന്നത് വയറിന് നോർമൽ ആയിരിക്കും. ഇനി നമുക്ക് ഗോസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാവും എന്നറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് അപ്പോൾ ഈ പടം വരയ്ക്കാൻ മറക്കരുത്. ഈ പടം ഇപ്പം കോപ്പി ചെയ്യണം, നിങ്ങൾ നോട്ട്സ് എഴുതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എപ്പോഴും നോട്ട്സ് എൻ്റെ കൂടെ എഴുതിയെടുക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് ഈ നോട്ട്സ് എഴുതിയെടുക്കുക. അപ്പോൾ ഈ പടം വരച്ചെടുക്കുക. ആദ്യം ഈ പടം വരച്ചിട്ട് പിന്നെ വീണ്ടും ഇതുപോലെ വയർ വരയ്ക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോസ് ലോ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പ്രൂവ് ചെയ്ത് ഇത്രയും നേരം എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഗോസ് ലോ പ്രൂവ് ചെയ്യണം. ഗോസ് ലോ പറയുന്നത് എന്തുവാ? ഫോർ എ എൻക്ലോസ്ഡ് സർഫസ്, ഒരു എൻക്ലോസ്ഡ് സർഫസ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ടൈംസ് നെറ്റ് ചാർജ്. ഓക്കെ, അപ്പോൾ ഒരു എൻക്ലോസ്ഡ് സർഫസ് വേണം. നമുക്ക് ചാർജ് ഉണ്ട്, ഈ വയറിൽ ചാർജ് ഉണ്ട്. ആ വയറിന് ചുറ്റും ഒരു എൻക്ലോസ്ഡ് സർഫസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഗോസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ഒരു DS ഉണ്ട്. DS എന്ന് പറഞ്ഞാൽ ഒരു സർഫസ് തന്നെയാണ്. അപ്പോൾ ഈ വയറിനെ എൻക്ലോസ് ചെയ്യുന്ന പോലെ ഒരു സർഫസ് നമുക്ക് വരച്ചാൽ മാത്രമേ, എപ്പോഴും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗോസ് ലോ എപ്പോഴെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നു, എവിടെ ചാർജ് ഉണ്ടോ ആ ചാർജിന് ചുറ്റും ഒരു കറസ്പോണ്ടിങ് സർഫസ് വരച്ചെടുക്കുക. അത് എങ്ങനത്തെ സർഫസ് ആണെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒരു സർഫസ് വരച്ചെടുക്കാം. ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്, ഇവിടെ ഏറ്റവും ഈസി ആയിട്ട് വരുന്നത് ഒരു സിലിണ്ടറിക്കൽ സർഫസ് വരയ്ക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു സർഫസ് കൺസിഡർ ചെയ്യുന്നു, ഇതിന് ചുറ്റും ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ പേന ഒരു സിലിണ്ടറാണ്, ഒരു ഉരുള എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഒരു സർക്കുലർ സർഫസ് ഉണ്ട്, മുകളിലും താഴെയും 2 സർക്കുലർ സർഫസ് ഉണ്ട്. അപ്പോൾ ലാറ്ററൽ സർഫസും സർക്കുലർ ആണ്, മുകളിലും താഴെയും സർക്കുലർ സർഫസ് ആണ്. ഇതിനെ നമ്മൾ സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഒരു സർഫസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി നോക്കാം, ഈ സിലിണ്ടറിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പോയിന്റ് എടുത്തപ്പോൾ അവിടെ ഉള്ള ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ് വരുന്നത്? നോർമലായിട്ടാണോ വരുന്നത്? വയറിന് നോർമലായിട്ടാണോ വരുന്നത്? അപ്പോൾ വയറിന് നോർമൽ എന്ന് പറഞ്ഞാൽ വയറിന് പാരലായിട്ടാണോ ഇതിൻ്റെ സൈഡ് ഇരിക്കുന്നത്, ഈ സിലിണ്ടറിൻ്റെ സൈഡ് ഇരിക്കുന്നത്? അപ്പോൾ വയറിന് നോർമലായാൽ സിലിണ്ടറിൻ്റെ സൈഡിന് നോർമലായിരിക്കും. മനസ്സിലായോ? വയറിന് നോർമലായാൽ സിലിണ്ടറിൻ്റെ സൈഡിനും നോർമലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ സിലിണ്ടറിക്കൽ സർഫസിൽ കൂടെ എത്ര ഫ്ലക്സ് ഉണ്ട് എന്നാണ് ഗോസ് ലോ. ഓക്കെ, സോ സിലിണ്ടറിക്കൽ സർഫസിൽ കൂടെ എത്ര ഫ്ലക്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഫൈ നമുക്കറിയാം, ഇന്റഗ്രൽ ഓഫ് E.ds ആണ്. E.ds നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ നോർമലിൽ എത്ര ഡിഗ്രി വരുന്നു, ഈ E.ds എന്ന് പറയുന്നത് EDS കോസ് തീറ്റ ആണ്. അപ്പോൾ അവിടുത്തെ തീറ്റ കണ്ടുപിടിക്കാൻ ഈ നോർമലുമായി എത്ര ആംഗിൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ തീറ്റ. ഇവിടുത്തെ നോർമൽ നോക്കിയാൽ ഈ സിലിണ്ടറിക്കൽ സർഫസിന്റെ നോർമൽ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കത്തില്ലേ? ഇത് തന്നെയാണ് അതിന്റെ നോർമൽ. ആ നോർമലിന് പാരലായി തന്നെയാണ് ഈ ഫീൽഡ് ലൈൻ പോകുന്നത്. അപ്പോൾ അവ തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ E.ds നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓഫ് EDS cos 0. ശരിയാണോ? വിച്ച് ഇസ് EDS തന്നെയാണ്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റന്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ്, ഈ ഒരു കോൺസ്റ്റന്റ് ആണ്, അത് പുറത്ത് വരും. ഇന്റഗ്രൽ ഓഫ് ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് DS എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഏരിയ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴും നമ്മൾ പറയുമ്പോൾ ഒരു കുഞ്ഞ് ഭാഗം, ഇപ്പോൾ ഇതിൻ്റെ മൊത്തം നീളം എനിക്ക് അളക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് ഇതിനെ സ്കെയിൽ വെച്ചിട്ട് മൊത്തം നീളം അളക്കാം. പലപ്പോഴും അങ്ങനെ അളക്കാൻ പറ്റാറില്ല പ്രാക്ടിക്കൽ സിറ്റുവേഷന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഒരു കുഞ്ഞ് ഭാഗം അളക്കും, എന്നിട്ട് അതിനെ 100 കൊണ്ടോ 200 കൊണ്ടോ മൾട്ടിപ്ലൈ, ഇതിന് 100ൽ ഒരു ഇരട്ടി
എടുത്തിട്ട് ആ 100ൽ ഒരു ഇരട്ടീനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എനിക്ക് ടോട്ടൽ ലെങ്ത് കിട്ടും. അതേപോലെ ഇവിടെ ഒരു കുഞ്ഞ് സർഫസ് ആണ് നമ്മൾ DS ആയി എടുക്കുന്നത്. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ലാറ്ററൽ സർഫസ് ആയിരിക്കും കിട്ടുന്നത്. ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഈ സിലിണ്ടറിന്, ഈ പേന കൊണ്ട് ഞാൻ കാണിക്കുവാണ്, ഈ സിലിണ്ടറിന് ഒരു ലാറ്ററൽ സർഫസ് ഉണ്ട്. ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഈ കർവ്. അതേപോലെ മുകളിലും താഴെയും 2 സർഫസ്, സർക്കുലർ സർഫസ് ഉണ്ട് ഈ മുകളിലും താഴെയും. അപ്പോൾ ഫീൽഡ് കയറി പോകുന്നത് ഈ ഒരു സർഫസിൽ കൂടെയാണ്. ഈ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ ഈ മുകളിലുള്ള സർഫസിന് നോർമൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അതുമായി നോക്കിക്കഴിഞ്ഞാൽ ഫീൽഡ് വരുന്നത് 90 ഡിഗ്രിയിലാണ്. അപ്പോൾ അവിടെ E.ds എടുത്തു കഴിഞ്ഞാൽ cos 90 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത് കൺസിഡർ ചെയ്യാത്തത്. അപ്പോൾ മുകളിലുള്ള സർഫസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് 90 ഡിഗ്രിയിലാണ് പോകുന്നത്. 90 ഡിഗ്രി ആകുമ്പോൾ cos 90 0 ആയി പോകും. അപ്പോൾ അത് വേണ്ട, ബാക്കി നമുക്ക് ലാറ്ററൽ സർഫസ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് DS എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ ആയിരിക്കും. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാൻ പറ്റും. ശ്രദ്ധിച്ച്, ഈ താഴെ ഉണ്ടാവുന്ന ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ. ഫോർ എക്സാമ്പിൾ, ലാറ്ററൽ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മുകളിലുള്ള ഇതാണ് ആ സിലിണ്ടർ എന്ന് വിചാരിക്കുക. മുകളിലുള്ള സർഫസുമായി അതിൻ്റെ നോർമൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡിന് 90 ഡിഗ്രി ആണുള്ളത്. അപ്പോൾ മുകളിലുള്ള സർഫസ് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ അത് എഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ. E.ds ഇൻറ്റു cos 90 ഈക്വൽ ടു 0 കളഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ എഴുതി വെക്കാം. അപ്പോൾ അത് 0 ആയി പോകും എനിവേ. അപ്പോൾ ബാക്കിയുള്ളത് ഈ ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. അപ്പോൾ ഈ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കുക, ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായി? റെക്റ്റാങ്കിളായി. ഓക്കെ, ഇങ്ങനെ ഇരുന്നതാണ് ഒരു ഇതിൻ്റെ സിലിണ്ടർ എന്ന് പറയുന്നത്, ഇങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ, ഇതാണ് ആ സർക്കിൾ, ഇവിടെ കാണിച്ചേക്കുന്ന സർക്കിൾ. ഞാൻ കട്ട് ചെയ്തപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്തായി മാറി? ഒരു റെക്റ്റാങ്കിളായി മാറി. ഈ മുകളിലുള്ളതാണ് ആ സർക്കിളിൻ്റെ പെരിമീറ്റർ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ ലെങ്ത്, അതായത് സർക്കിളിൻ്റെ പെരിമീറ്റർ ഇൻറ്റു ഈ ഹൈറ്റ് ചെയ്താൽ മതിയാവും. സോ ഈ ഡിസ്റ്റൻസ് 6 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പെരിമീറ്റർ എന്ന് പറയുന്നത് E ഇൻറ്റു DS പകരം 2πr ആണ് അതിൻ്റെ പെരിമീറ്റർ, ഇൻറ്റു ഈ വയറിൻ്റെ ലെങ്ത് എത്രയാണോ അത്ര തന്നെ ആയിരിക്കും ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ്. ശരിയാണോ? ഈ ലെങ്ത് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വയറിൻ്റെ ഹൈറ്റ് എത്രയാണോ അത് തന്നെ ആയിരിക്കും സിലിണ്ടറിൻ്റെയും ലെങ്ത്. അപ്പോൾ 2πr ഇൻറ്റു L. സോ നമ്മൾ ലെഫ്റ്റ് സൈഡ് പറഞ്ഞു, ഫൈ പറഞ്ഞു E.ds ആണ്. ബൈ ഗോസ് ലോ എന്താണ് പറയുന്നത്? ഈ ഫൈ എന്ന് പറയുന്നത് Q/ε0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? E.2πrL ഈക്വൽ ടു Q/ε0 എന്ന് എഴുതാം. മനസ്സിലായോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡാണ്. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയർ കാരണം എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ Q/2πrL ഇൻറ്റു ε0 എന്ന് നമുക്ക് എഴുതാം. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് കൂടെ ഇതിനുണ്ട്. ഇങ്ങനെ എഴുതി വെച്ചാലും ഇത് ശരിയാണ്, ഇത് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനെ കുറച്ചുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ സെഷൻ നമ്പർ 2-ൽ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ കുറച്ച് Q ചാർജ് ഞാൻ കൊടുക്കുവാണ്. ഇതിൽ Q ചാർജ് ആണല്ലോ ഞാൻ കൊടുത്തിരുന്നത്. സോ ആ Q ചാർജ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ അടിഞ്ഞു കൂടുകയല്ല ചെയ്യുന്നത്, പകരം ഈ വയറിൻ്റെ ലെങ്ത്തിൽ മൊത്തമായി ആ Q ചാർജും ഇങ്ങനെ പടർന്ന് പിടിച്ചാണ് ഇരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് ഈ ചാർജ് നിൽക്കുന്നത്. അപ്പോൾ ഈ വയറിന് 5 മീറ്റർ ഉണ്ട്, 10 കൂളം ചാർജ് ഞാൻ കൊടുത്തു. അപ്പോൾ ഓരോ മീറ്ററിനും എത്ര ഉണ്ടാവും? 10/5 ആയിരിക്കും. അതേപോലെ ഈ വയറിൽ Q ചാർജ് കൊടുത്തു, ആ വയറിന് L ലെങ്ത് ഉണ്ട്. അപ്പോൾ പെർ ലെങ്ത് എത്രയായിരിക്കും ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? Q/L എന്ന് എഴുതാം. ഇതിന് നമ്മൾ ലാംഡ എന്ന് വിളിക്കും. ഇത് നമ്മൾ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് സെഷൻ നമ്പർ 2-ൽ പഠിച്ചതാണ്. സോ നമുക്ക് എന്തെഴുതാം? ഈ Qന് പകരം ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Q ഈക്വൽ ടു ലാംഡ ഇൻറ്റു L എന്ന് എഴുതാം. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി? ലാംഡ ഇൻറ്റു L. ഇതിന് പകരം ഈ Qക്ക് പകരം ലാംഡ ഇൻറ്റു L എന്ന് എഴുതാം. ആ എല്ലും ഇവിടെ താഴെയുള്ള എല്ലും കട്ട് ചെയ്തു പോകും. സോ λ/2πε0 എന്നായി മാറി. ഓക്കെ, ദിസ് ഇസ് ഇലക്ട്രിക് ഫീൽഡ്
due to a uniformly charged infinitely long wire. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അഗൈൻ ഈ പ്രൂഫ് തുടങ്ങുമ്പോഴത്തേക്കും പല കാര്യങ്ങളും നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത്, ആദ്യം ഒരു പടം വരയ്ക്കുക, പടം വരച്ചിട്ട് പറയുക ഒരു പോയിന്റ് എടുത്തിട്ട് P1 P2 കൺസിഡർ ചെയ്തു, അവ കാരണം ഉണ്ടാകുന്ന ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും നോർമൽ ടു ദ വയർ ആയിരിക്കും എന്നുള്ളത് എഴുതി പ്രൂവ് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഒരു സിലിണ്ടറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യുക. സോ എഴുതുക, ലെറ്റസ് കൺസിഡർ, വീണ്ടും ഈ പടം വരയ്ക്കുക, ലെറ്റസ് കൺസിഡർ സിലിണ്ടറിക്കൽ സർഫസ് വിത്ത് റേഡിയസ് R and height L from the which encloses the wire. Okay, and then by Gauss law ഇത്രയും സ്റ്റെപ്സ് എഴുതിയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2π epsilon 0 എന്ന് എഴുതി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. സോ അതാണ് ആപ്ലിക്കേഷൻ നമ്പർ 1, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് വയർ. ഇനി ഇതേപോലെ ഇപ്പോൾ നമ്മളൊരു വയറിൻ്റെ കേസ് പറഞ്ഞു, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്ലെയിനിൻ്റെ കേസാണ്. ഓക്കെ, ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഏരിയ. ഓക്കെ, ഈ പേപ്പർ എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആണ്, ഈ പേപ്പറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു പ്ലെയിനിൽ ഞാൻ കുറച്ച് ചാർജ് കൊടുത്തോ, അപ്പോൾ അതിൽ യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. ഇതിലൊരു Q ചാർജ് ഞാൻ കൊടുത്തു, ഇതാണ് ആ പ്ലെയിൻ. അപ്പോൾ Q ചാർജ് കൊടുത്തപ്പോഴത്തേക്കും ഇതിൽ യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. ഇങ്ങനെയുള്ള ഒരു ചാർജ്ഡ് സർഫസിന് ചുറ്റും എത്ര ഫീൽഡ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ Q ഈക്വൽ ടു ലാംഡ L എന്ന് എഴുതി. അതേപോലെ ഇവിടെ നമുക്ക് എന്തെഴുതാം, Q ഈക്വൽ ടു സിഗ്മ A എന്നെഴുതാം. ഓക്കെ, സിഗ്മ A എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് 10 മീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ എന്ന് വെക്കുക. ഞാൻ 10 കൂളം ചാർജ് ഇതിന് കൊടുത്തു എന്ന് വെക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ഏരിയയിലും ഓരോ മീറ്റർ സ്ക്വയറിലും എത്ര ചാർജ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് 10/10 എന്ന് എഴുതാം, 1 കൂളം പെർ മീറ്റർ സ്ക്വയർ. ആ സെയിം സംബന്ധം തന്നെയാണ് ഈ സിഗ്മ. ഒരു മീറ്റർ സ്ക്വയറിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ചാർജ് ഉണ്ടാവും, അത് തന്നെയാണ് ആ സിഗ്മ എന്ന് പറയുന്നത്, അതായത് ഏരിയ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്ക് തിരിച്ചെഴുതുകയാണെന്നുണ്ടെങ്കിൽ സിഗ്മ ഈക്വൽ ടു Q/A എന്ന് എഴുതാം, അല്ലെങ്കിൽ തിരിച്ചെഴുതുകയാണെന്നുണ്ടെങ്കിൽ Q ഈക്വൽ ടു സിഗ്മ A എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും എപ്പോഴും ഗോസ് ലോ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇൻഡയറക്ട്ലിയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്, ഡയറക്ട്ലി ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഗോസ് ലോ ഉപയോഗിച്ച് എനിക്ക് ഏരിയ അറിയാൻ പറ്റും, Q അറിയാൻ പറ്റും, എപ്സിലോൺ 0 അറിയാൻ പറ്റും എന്നുണ്ടെങ്കിൽ എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് ഗോസ് ലോ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഗോസ് ലോ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഏരിയ കൺസിഡർ ചെയ്യണം, ഒരു എൻക്ലോസിങ് ഏരിയ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതേപോലെ ഇവിടെ ഒരു എൻക്ലോസിങ് ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുവാണ്. വീണ്ടും ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, ഒരു സിലിണ്ടറിക്കൽ സർഫസ് ഞാൻ ഇതിന് ചുറ്റും കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നോക്കാം, വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമുക്ക് എടുക്കാം. ഓക്കെ, ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയി നടുക്കൊരു പോയിന്റ് ഇവിടെ വരും, അതിനപ്പുറത്തും ഇപ്പുറത്തുമായി എനിക്കൊരു P1 P2 എടുക്കാൻ പറ്റും. ഓക്കെ, ആ P1 P2 ഈ പോയിന്റ്, എനിക്ക് ഈ പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ഒരു 1 കൂളം ചാർജ് വയ്ക്കും. ആ P1 P2 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫീൽഡ് ഉണ്ടാക്കും. അവയുടെ വെർട്ടിക്കൽ റെസൊല്യൂഷൻ ചെയ്യുമ്പോൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ക്യാൻസൽ ആയി പോകും, ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രം അവശേഷിക്കും. ശരിയാണോ? അപ്പോൾ വീണ്ടും നമ്മൾ അവിടുത്തെ ഡയറക്ഷൻ ആണ് പറയുന്നത്. എപ്പോഴും ഹൊറിസോണ്ടൽ മാത്രം അവശേഷിക്കും, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ക്യാൻസൽ ഔട്ട് ആയി പോകും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, എപ്പോഴും ഈ പ്രൂഫ്, ഇപ്പം നേരത്തെ ഇൻഫിനിറ്റ്ലി ലോങ് വയർ ചോദിച്ചു, അതിന് പകരം ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് ഏരിയ, യൂണിഫോംലി ചാർജ് സർഫസ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് വേണം നിങ്ങൾക്ക് എഴുതാൻ. ഓക്കെ, consider a surface which has Q charge that is distributed with uniform charge distribution of sigma. അതിനുശേഷം consider a point P and a corresponding linear point O on the surface. Consider two equidistant points from O that is P1 and P2. P1 and P2 will produce electric fields E1 and E2 on the surface on the point P. The vertical components of E1 and E2 will cancel out each other and the horizontal component will remain.
ഓക്കെ, സോ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി ഗിവൺ പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഹൊറിസോണ്ടൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണ് ഹൊറിസോണ്ടൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ ഗോസ് ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഗോസ് ലോ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏരിയ എനിക്കറിയാം എ ആണ്. ഓക്കെ, സോ ഫൈ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ആണെന്നറിയാം. ഈ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഈ പുറത്ത് വരും. സോ ഇ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഡി എസ് ആണ്. ഇനി ഡി എസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഇത് റബ്ബ് ചെയ്യുവാണ്. എനിക്ക് ഈ സിലിണ്ടറിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ അതിന് 3 ഏരിയ ഉണ്ട്. വീണ്ടും സിലിണ്ടറിന് ഒരു ലാറ്ററൽ സർഫസ് ഏരിയ ഉണ്ട്, 2 സർക്കുലർ സർഫസ് ഏരിയ ഉണ്ട് മുകളിലും താഴെ. എങ്ങനെ ഇരിക്കുന്നു സിലിണ്ടർ? ഇതിനൊരു ലാറ്ററൽ സർഫസ് ഏരിയ ഉണ്ട്, മുകളിലും താഴെയും സർക്കുലർ സർഫസ് ഉണ്ട്. ഇനി ഈ ലാറ്ററൽ സർഫസ് ഏരിയ നോക്കിയാൽ ലാറ്ററൽ സർഫസ് ഏരിയയുടെ നോർമൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുവാണ്. ഇതാണ് ലാറ്ററൽ സർഫസ് ഏരിയ, അതിന്റെ നോർമൽ എന്ന് പറയുന്നത് ടി പോലെ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അതുമായിട്ടുള്ള ആംഗിൾ, ഇലക്ട്രിക് ഫീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതുമായിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പോൾ cos 90 എന്ന് പറയുന്നത് 0 ആയിപ്പോയി. അപ്പോൾ അതില്ല, അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയുള്ളത് 2 ലാറ്ററൽ സർഫസ് ആണുള്ളത്, 2 സർക്കുലർ ലാറ്ററൽ സർഫസ് ആണുള്ളത്. ഒരു ലാറ്ററൽ സർഫസ് എന്ന് പറയുന്നത് ഇവിടെ, ഒരു ലാറ്ററൽ സർഫസ് എന്ന് പറയുന്നത് അവിടെ. ശരിയാണോ? അപ്പോൾ എനിക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ സർഫസ് വലുതായി ടോട്ടൽ ഈ ഏരിയ ആയിരിക്കും എനിക്ക് കിട്ടേണ്ടത്. ശരിയാണോ? ആ ടോട്ടൽ ഏരിയ ആയിരിക്കും ഇതിനെ എൻക്ലോസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ വലുതായി ഈ ടോട്ടൽ ഏരിയ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന എ എന്ന് പറയുന്നത്. സോ എനിക്ക് 2 ഏരിയ ഉള്ളത് കൊണ്ട് ഇവിടെ ഇൻറ്റഗ്രൽ ഓഫ് ഡി എസ്, ഈ ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ആണ്. ഈ ഒരു കോൺസ്റ്റന്റ് പുറത്ത് വന്നു. അപ്പോൾ ഇ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഡി എസ്, ഇൻറ്റഗ്രൽ ഓഫ് ഡി എസ് എന്ന് പറയുന്നത് 2a ആയിരിക്കും. 2a എന്ന് പറയുന്നത് ഏരിയ ഓഫ് സർക്കിളാണ് നമുക്ക് എടുക്കേണ്ടത്. 2 സൈഡിലും സർക്കിൾ ഉണ്ട്. ഇത് വലുതായി ഈ സർഫസിന്റെ ഏരിയ തന്നെ ആയിരിക്കും അവസാനം ഈ സർക്കിളിനും ഏരിയ ആയിട്ടുള്ളത്. അപ്പോൾ 2EA ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ്. ഓക്കെ, ഇനി ഗോസ് ലോ പറയുന്നത് എന്തുവാണ്? ഈ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് Q/ε0 ആണ്. ബൈ ഗോസ് ലോ നേരത്തെ പറഞ്ഞു ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു Q/ε0. എനിക്ക് അവസാനം കണ്ടുപിടിക്കേണ്ട ഇലക്ട്രിക് ഫീൽഡാണ്. കാരണം ആദ്യം മുതലേ നമ്മൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യൂണിഫോംലി ചാർജ് സർഫസിന്റെ ഫീൽഡ് എത്രയാ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു Q/ε0. ഇ ഡോട്ട് ഡി എസ് എനിക്കറിയാം 2EA ആണ്. അപ്പോൾ 2EA ഈക്വൽ ടു Q/ε0. Q എനിക്കറിയാം സിഗ്മ ഇൻറ്റു എ. ശരിയാണോ? അപ്പോൾ Qക്ക് പകരം സിഗ്മ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ε0. ഇപ്പുറത്തുള്ള എയും അപ്പുറത്തുള്ള എയും കട്ട് ചെയ്ത് പോകും. 2 അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇ ഈക്വൽ ടു സിഗ്മ ബൈ 2ε0. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഡെറിവേഷൻ എന്നുള്ളത്. സോ നമ്മൾ ഇൻഫിനിറ്റ്ലി ലോങ് യൂണിഫോംലി ചാർജ്ഡ് വയർ നോക്കി ലാംഡ എന്ന് പറയുന്നത് യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, യൂണിഫോം ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആൻഡ് ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ് സർഫസ് നോക്കി അവിടെ ഇ എന്ന് പറയുന്നത് സിഗ്മ ബൈ 2ε0 ആണ്, വേർ സിഗ്മ ഇസ് ദി യൂണിഫോം ഏരിയ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കിയത് ആദ്യം നമ്മൾ ഫ്ലക്സ് എന്താണെന്ന് പഠിച്ചു, ഗോസ് ലോ എന്താണെന്ന് പഠിച്ചു, പിന്നെ 2 ആപ്ലിക്കേഷനാണ് നോക്കിയത്. ഒന്ന് ഇൻഫിനിറ്റ് വയർ, രണ്ടാമത്തത് യൂണിഫോംലി ചാർജ്ഡ് സർഫസ്. ഞാൻ അടുത്ത സെഷൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പ്രോബ്ലി ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ് നമ്മൾ ഇന്ന് നോക്കിയത്. സോ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ എഴുതുക, ഞാൻ അതിനെല്ലാം ആൻസർ ചെയ്യാൻ നോക്കാം.